എൻ്റെ പിന്നിൽ കാണുന്നത് ഇതാ ഫുള്ള് സ്ക്രാപ്പുകളാണ് കേട്ടോ. സ്ക്രാപ്പുകൾ കൂട്ടി വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. അതായത് കൊല്ലം ആയൂരിൻ്റെയും ഓയൂരിൻ്റെയും അടുത്ത് റോഡ് വിള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് റഫീഖിനെ കാണാനാണ്. റഫീഖിന് പറ്റിയ നല്ല ഒരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. റഫീഖിന് പഠന വൈകല്യമുണ്ട്, പിന്നെ ചെറിയൊരു മൈന്യൂട്ട് പക്വത കുറവാണ് കേട്ടോ. ആൾ ഈ സ്ക്രാപ്പിൻ്റെ പരിപാടിക്കൊക്കെ അളിയനെ സഹായിക്കും. ഇത് പുള്ളിയുടെ പെങ്ങളെ ഭർത്താവിൻ്റെ ഒരു സംരംഭമാണ്. അപ്പോൾ അതിനെ സഹായിക്കുകയും ചെയ്യും. അതേപോലെ ഹോട്ടലിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. ഇതിപ്പോൾ പെങ്ങളെ വീട്ടിലാണ് ഉള്ളത്. അവരിപ്പോൾ ഇതാ ഇവിടെ വീടൊക്കെ വാങ്ങി ഇങ്ങോട്ടേക്ക് സെറ്റിലാവേണ്ട പ്ലാനാണ്. വീടൊക്കെ എടുത്തിട്ട് വീട് അവരെ പിന്നെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടത്തേക്ക് മാറേണ്ട ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. നല്ലൊരു വധുവിനെ നമുക്ക് റഫീഖിനെ കണ്ടെത്തണം. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കണം കേട്ടോ. ഈ സ്ക്രാപ്പൊക്കെ കാണുമ്പോൾ എനിക്കെൻ്റെ പഴയ ലൈഫ് ഓർമ്മ വരികയാണ് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ ചെയ്തതല്ലേ. നല്ല പരിപാടിയാണ് എന്തായാലും. ഇതൊക്കെ സ്ക്രാപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അസ്സലാമു അലൈക്കും. ഇതാണ് റഫീഖിൻ്റെ അളിയൻ കേട്ടോ. എൻ്റെ പേരെന്താ? സവാദ്. സ്ക്രാപ്പിൻ്റെ പരിപാടികളൊക്കെ റഫീഖ് ഷെയറായിട്ട് കട്ടൊക്കെ ഉണ്ട് അല്ലേ റഫീഖ? അസ്സലാമു അലൈക്കും. ഇതാണ് കേട്ടോ റഫീഖ്. നിങ്ങൾ ഈ സ്ക്രാപ്പിൻ്റെ പരിപാടി തുടങ്ങിയിട്ട് കുറേ ആയോ? 12 വർഷമായി. 12 വർഷമായി. പുള്ളീനെയും കൂടി ഇനി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ട പരിപാടിയാണ് അല്ലേ? പരിപാടിയാണ്. ഇവരുടെ കറക്റ്റ് സ്ഥലം എവിടെയാണ്? അഞ്ചൽ. അഞ്ചലാണ് അല്ലേ? ഇവരുടെ കറക്റ്റ് സ്ഥലം അഞ്ചലിലാണ്. ഉപ്പയമ്മയൊക്കെ മരിച്ചപ്പോൾ അളിയനെയും കൂട്ടിയത്. അവർ പെങ്ങളും ആങ്ങളെയും തന്നെ ഉള്ളൂ അല്ലേ? 2 പേരേ ഉള്ളൂ. അപ്പോൾ അളിയനിങ്ങ് കൂട്ടിയതാണ്. ഇപ്പോൾ ഈ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ റഫീഖിന് വീട് എടുക്കേണ്ട പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഉള്ളിലേക്ക് ഇരുന്ന് സംസാരിക്കാം. റഫീഖ് എത്ര വരെയാണ് പഠിച്ചത്? 10 വരെ പോയിട്ടുണ്ട് അല്ലേ? പക്ഷെ എഴുതാനും വായിക്കാനും അറിയത്തില്ല അല്ലേ? അപ്പോൾ ബസ്സിൻ്റെ ബോർഡൊക്കെ വായിക്കാൻ അറിയോ? ഏകദേശം ഒപ്പിച്ച് പോവും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ടാ? ഭീമാപള്ളി പോകാറുണ്ട്. ഇവിടെ പിന്നെ അഞ്ചലാണോ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത്? ഫേമസ്. അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും സപ്ലയർ എല്ലാ ജോലിയും. അത് ശരി. പിന്നെ അളിയൻ്റെ കൂടെ സ്ക്രാപ്പിൽ ഹെൽപ്പ് ചെയ്യും അല്ലേ ചെറിയ രീതിയിൽ? അതെ. അപ്പോൾ ഉമ്മയും റഫീഖും തന്നെയാണ് അല്ലേ? ഇപ്പം മരണപ്പെട്ടാണ് അല്ലേ? അതെ. ഇപ്പോൾ അളിയൻ്റെ കൂടെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ റഫീഖിന് എത്ര വയസ്സുണ്ട്? 35 അല്ലേ? അപ്പോൾ ഇങ്ങനെ മനസ്സിലായല്ലോ. അത് കാര്യങ്ങൾ മുപ്പരോട് തന്നെ ചോദിക്കുന്നത് എത്രത്തോളമാണ് ആ കാര്യങ്ങൾ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാവാനാണ് കേട്ടോ. ഈ ഓർത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു ഡേറ്റ് ഓർത്ത് പറയുക അല്ലേ? അങ്ങനത്തെ ഒക്കെ ചെറിയ ഒരു ഒക്കെ പഠന വൈകല്യത്തിൻ്റെ ഒരു സംഭവമാണ്. അതായത് നമ്മളൊരു ഡേറ്റ്, ഒരു സംഭവം കറക്റ്റ് ഡേറ്റ് 1985 ഇന്നത് നടന്നു, അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങൾ പെട്ടെന്നും കിട്ടൂല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. ജോലിക്ക് പോയിട്ട് വരുന്ന കുട്ടീനെ നോക്കാനുള്ള ഒരു ഗട്സ് ഉണ്ട് അല്ലേ? നമുക്കതാണല്ലോ വേണ്ടത്. ജോലിക്ക് പോയിട്ട് നോക്കിക്കോളും. പിന്നെ അളിയനായാലും ഫുള്ള് സപ്പോർട്ടും കാര്യമാണ്. നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മൾ വീഡിയോയിലിട്ട് തന്നെ പലരെയും ഇവർ വിളിച്ച് നോക്കിയിട്ടുണ്ട്. ചിലരെ വിളിക്കാൻ മടിയായിട്ട് വിളിച്ചില്ല എന്നും പറഞ്ഞു. കാരണം എല്ലാവരും ദൂരത്തിൻ്റെ കാര്യം പറയുമല്ലോ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൂരം പ്രശ്നമില്ല അലിക്ക. നമുക്ക് ദൂരം പ്രശ്നമില്ല. അതെ. കേരളത്തിൽ എവിടെയാണെങ്കിലും നല്ലൊരു കുട്ടിയാവാന്നുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ. ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ പഠന വൈകല്യം ഇല്ലാത്ത വേറെ കൈക്കോ കാലിനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളായാലും ഒരു കുഴപ്പമില്ല. അതെ. അങ്ങനെയൊന്നും ഒരു വിഷയമല്ല. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ബുദ്ധിപരമായിട്ട് അങ്ങനെ വിഷയം ഉണ്ടാവാത്ത ആളായിരിക്കണം അല്ലേ? അതെ അതെ അതെ. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെ നോക്കാം? രണ്ടുപേരും കൂടെ എങ്ങനെ ആകുമ്പോഴത്തേക്ക് അവർക്ക് പോകാനും വരാനും ദൂരോട്ടൊക്കെ ആണെങ്കിൽ പോകാനും വരാനും ബുദ്ധിമുട്ടാവും. അതെ അതെ തീർച്ചയായും. അതായത് രണ്ടുപേരും പഠന വൈകല്യക്കാരാണെങ്കിൽ പോകാനും വരാനുള്ള ബുദ്ധിമുട്ടാവും. അതെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇത് നോക്കുന്നത്. അതെ. എന്താ റഫീഖ് ബറക്കുന്ന? പേടിച്ചിട്ടാ? അങ്ങനെ എന്താ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? പേടിക്കുന്നുണ്ട്. നല്ല കൂളായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് നിൽക്ക് അല്ലേ? അപ്പോൾ പിന്നെ ആൾക്ക് ഗുളികയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഗുളികയും കാര്യങ്ങളൊന്നുമില്ല. ഒരു പിന്നെ ഇത് പിന്നെ അലോപ്പതി അല്ലല്ലേ? ഇതിൻ്റെ ആയുർവേദം അല്ല, ഇംഗ്ലീഷാ? എന്ത് ടാബ്ലറ്റാ? ടാബ്ലറ്റ് ഇല്ല, വായിലിട്ട് അയച്ചിറക്കുന്ന ഒരു ഗുളിക സൈസ് ഉണ്ടല്ലോ. ഹോമിയോ. അതിൻ്റെ ഒരു ഗുളിക കണ്ടേ? ഹോമിയോ ടാബ്ലറ്റ് ഉണ്ടോ? അതെന്തിനുള്ളതാ? അത് ഇതാണ്ട് ഈ വിറയലിനുള്ള. വിറയൽ ചെറുതായിട്ടുണ്ട് അല്ലേ? ചെറുതായിട്ടുണ്ട്. അതെന്താന്നാ ഡോക്ടർ പറഞ്ഞേ? അത് ഈ 6 വയസ്സ് മുതലങ്ങണ്ട് ഇത് ഉണ്ടായിരുന്നു. ഏതാ ഈ തൈറോയിഡിൻ്റെ ഇതും പിന്നെ ഈ പൈൽസിൻ്റെ ഇതും
ഉണ്ടായിരുന്നു. അതിലൂടെയാണ് എനിക്ക് ഇത് വന്ന് ഈ പഠന വൈകല്യമായിട്ട് വന്നതാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഗുളിക മറ്റേ ഇംഗ്ലീഷ് ഗുളികകളൊന്നുമില്ല. ഇത് കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അങ്ങനത്തെ ഗുളികയെ അത് കഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഈ ഗുളിക കഴിക്കുമ്പോൾ ഈ വിറയലിന് ഇല്ല, അങ്ങനെ മാറ്റമൊന്നുമില്ല. അത് ചെറിയ രീതിയിൽ ഇങ്ങനെ ജോലി ചെയ്യാനൊന്നും യാതൊരു തടസ്സമില്ല, ബുദ്ധിമുട്ട് കാര്യമൊന്നുമില്ല. നമ്മളിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുമ്പോ അങ്ങനെ കാണാതെ ഇങ്ങനെ വരിക അല്ലേ? ചെറിയൊരു ഈ കാലില് മാത്രമാണോ? അതെ, കാലിനൊന്നുമില്ല. ഈ കൈക്കാണോ? കൈക്ക് കൈക്ക് ഇങ്ങനെ പറയല്ലേ? ഒരു കൈക്ക് മാത്രാ? ഒരു സാധനം പുറത്തു പോകില്ല, എന്റെ കയ്യിൽ നിന്ന് വെളി പോകില്ല, വീണ് പോകത്തില്ല. അതെ, ഇങ്ങനെ കുറച്ചിറങ്ങനെ ചെറിയൊരു നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള കാര്യം വരെ ഇതിൽ തുറന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ വേണ്ടുള്ളൂ. നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാവരോടും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അത് തുറന്ന് പറയണമെന്ന്. കാരണം അങ്ങനെ തുറന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വധുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആരും തന്നെ ഇനി വീഡിയോ ചെയ്യാൻ പോകുന്ന ആളായാലും ശരി, അതൊക്കെ എന്തിന് പറയുകയാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതെ, തീർച്ചയായിട്ടും. എന്നിരുന്നാൽ പോലും നമ്മളെല്ലാ കാര്യവും അറിഞ്ഞിട്ട് വരുന്നൊരു വധു തന്നെ നമുക്ക് മതി അല്ലേ? അതെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ റഫീഖിന്? എങ്ങനെയുള്ള പെൺകുട്ടീനെ വേണ്ടേ? അവിടെ ആയിരിക്കണം, മെടുക്കും ചുണയുള്ള. അതെ, അത്രയേ ഉള്ളൂ. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു വധു വരട്ടെ. നമുക്ക് എത്ര വയസ്സ് വരെ പറ്റുവയ്ക്കാം? 35 വയസ്സുണ്ട്. 35. നമുക്കൊരു 33 വരെയൊക്കെ നോക്കൂടെ? ഇപ്പോൾ ആദ്യ വിവാഹം അല്ലാത്ത ഡിവോഴ്സ് നമ്മൾ നോക്കുന്നുണ്ടോ? കുട്ടികൾ ബാധ്യത ഇല്ലാത്ത നമുക്ക് നോക്കാം അല്ലേ? അതെ. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ച് ചെയ്യുക. പല ആൾക്കാരും പല സ്ഥലത്തു നിന്നാണ് വിളിക്കുക. അപ്പോൾ ഇവരെ പറ്റി നിങ്ങൾക്കും അന്വേഷിക്കുക. കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. ഇക്കൊക്കെ പറഞ്ഞാൽ പറയാനുണ്ടോ? ഒന്നുമില്ല, റാഹത്തായ ഒരു കുട്ടിയെ കിട്ടുക എന്നുള്ളത് മാത്രം. അതെ. റഫീഖിൻ്റെ ഹൈറ്റ് എത്രയാണെന്നറിയോ? ഉയരം അത്യാവശ്യം ഒരു ഉയരം ഉണ്ടോ? നല്ല ഉയരമുണ്ട്. ഞാനൊരു 1,72 ഉണ്ട്. അപ്പോൾ റഫീഖിന് 1,70 ആ ഒരു റേഞ്ചിനുണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഹൈറ്റൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഹൈറ്റ് ഒന്നൊരു വിഷയമല്ല. പക്ഷേ കെട്ടാൻ പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചോളം ഹൈറ്റ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന റഫീഖിന് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ വീഡിയോ ചെയ്ത ആളുകൾ ഒരുപാടുണ്ടല്ലോ, ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകൾ. അവരിൽ ആർക്കെങ്കിലും റഫീഖിൻ്റെ പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവരെ കോൾ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് പരസ്പരം നമ്മൾ വീഡിയോ ചെയ്ത ആളുകൾ തന്നെ പരസ്പരം കണക്ട് ചെയ്യുന്നതിനൊന്നും ഒരു വിഷയവുമില്ല. വീഡിയോ ചെയ്തോലും തീർച്ചയായിട്ടും നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രൊഫൈൽസ് ഇപ്പോൾ കല്യാണം റെഡിയാവാത്തത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ഫോൺ എടുക്കാത്തത് കൊണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യുക. കല്യാണം റെഡിയാകുന്നത് വരെ ഫോൺ എടുത്തിരിക്കണം. അതിന് എല്ലാവരും ചെയ്യേണ്ടത് പെൺകുട്ടികളെ ആലോചന ഇടുമ്പോൾ പുതിയൊരു സിം എടുക്കുക. കാരണം ഇതിൽ നല്ലൊരു മാത്രമൊന്നും അല്ല വിളിക്കുക. ഫ്രോഡുകൾ ഇഷ്ടംപോലെ വിളിക്കൂ. എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞ് വിളിക്കൂ, അമ്മായിൻ്റെ മോനാന്ന് പറഞ്ഞ് വിളിക്കൂ, പല കോളും ഉണ്ടാവും. അതെല്ലാവരും നല്ലവരാണ്. നമ്മൾ നല്ലവരോടെ മാത്രമായിട്ട് എന്തേ പറയാൻ പറ്റും? എല്ലാവരും അല്ലേ ഇത് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയൊരു സിം എടുത്തിട്ട് മാക്സിമം കോളെല്ലാം ഡീൽ ചെയ്യുക. അബദ്ധമാണ്, ഫ്ലോപ്പാന്ന് തോന്നുന്ന ബ്ലോക്ക് ചെയ്ത് വെക്കുക. കോളുകൾ നിങ്ങൾ എടുത്താൽ മാത്രമേ നിങ്ങളെ കല്യാണം ശരിയാവുള്ളൂ. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് നോക്ക്, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം റെഡിയായ ഒരുപാട് ആളുകളുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞാലും ഇനി പ്രതീക്ഷ നിങ്ങൾ അസ്തമിച്ചെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ഫോൺ കോൾ എടുക്കണം. ആ കോളുകളിലൂടെ നിങ്ങൾക്ക് കണക്റ്റ് ആവുള്ളൂ. കാരണം അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഒരു കൊല്ലവും 1.5 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം റെഡിയായവരുണ്ട്, ഫോൺ എടുക്കുന്നുണ്ട്. നമ്മൾ ആ വീഡിയോ നമുക്ക് പറ്റിയ ആൾ ഏത് മൊമെൻറ്റിലാണോ കാണുന്നത്, അവരെപ്പോഴാണ് വിളിക്കുന്നത്, ആ സമയമാണ് ഇത് കണക്റ്റ് ആവുള്ളൂ. നമുക്ക് വേണ്ടത് ഒറ്റ ഒരാളെയാണ്, ആ ഒരാളിലേക്ക് ഇതെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഫോൺ കോൾ എടുക്കുക. ഇപ്പോൾ റീചാർജ് എല്ലാം കഴിഞ്ഞു പോയി, അത് മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ ഇടരുത്. അങ്ങനെ നിന്നാൽ നിങ്ങളെ കല്യാണം ശരിയാവത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 160 കല്യാണത്തിൻ്റെ നമ്മളിപ്പോൾ നടത്തിയെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം ഫോൺ എടുത്ത ആളുകളാണ്, എടുക്കാത്തവരാണ് റെഡിയാവാത്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് റഫീഖിൻ്റെ കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കുക കേട്ടോ. ഓക്കെ.